അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ആദ്യം ഇത്രയും ദിവസം നമ്മളുടെ എന്താ പറയുക, നമ്മുടെ വീഡിയോ എടുത്ത് നമ്മുടെ അതെ നമ്മുടെ കുടുംബങ്ങളുടെ മുമ്പിലോട്ട് എത്തിച്ച നമ്മുടെ ഒരു ക്യാമറമാൻ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ ഒന്ന് പരിചയപ്പെടുത്തണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇതാണ് നമ്മുടെ ക്യാമറമാൻ. പേര് ആദിത്യ ജയരാജ്, 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ തലമുടിയൊക്കെ വളർത്തുന്നുണ്ട്, അത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയ്ക്ക് മുമ്പ് ഒരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. കാര്യം ഞങ്ങൾ 3 പേര് കൂടെ തുടങ്ങിയ ഒരു ചെറിയൊരു സംരംഭം ഇന്ന് നമ്മൾ 1000 പേരായിരിക്കുകയാണ്. അപ്പൊ അത് വളരെയധികം നമുക്ക് സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ 1000 പേരോട് ചേർന്നു. അതായത് നമ്മളൊരു 1000 അംഗങ്ങളുള്ളൊരു കുടുംബമായി വളർന്നു. അതാണ് ആ ഒരു സന്തോഷം. അപ്പം അത് പങ്കുവെക്കാനാണ് ഇന്ന് നമ്മൾ വന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് നമ്മളൊരു ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും അടുത്ത് വന്ന് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അത് സാധിക്കത്തില്ല. അത് നമുക്ക് ഒരു ദിവസം പറ്റുമായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ആ കേക്ക് ഒന്ന് മുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് കഴിക്കാം. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പം നമ്മൾ 1000 അംഗങ്ങളുള്ളൊരു കുടുംബം ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നിന്ന് മുറിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഈ മധുരം ഒക്കെ പങ്കുവയ്ക്കാം. അപ്പം അതിന് മുമ്പ് നമ്മുടെ ക്യാമറമാനെ കൂടെ വിളിക്കാം. വാ കേക്ക്. അപ്പം നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പം ഇത് പറഞ്ഞായിരുന്നല്ലോ, നമുക്കിപ്പോൾ ഇത് എല്ലാവർക്കും കൂടെ കൊണ്ട് തരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കതൊരു ദിവസം സാധിക്കാം. അപ്പം ഇന്ന് നമുക്ക് കഴിക്കാം. ആദ്യം നമ്മുടെ ക്യാമറമാൻ വളരെയധികം സന്തോഷം. ഇപ്പം നമ്മുടെ കുടുംബത്തിലോട്ട് നമ്മൾ 1000 പേരായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. അപ്പം തുടർന്നും എല്ലാവരും നമ്മുടെ കുടുംബത്തിലേക്ക് വരണം. പുതിയതായിട്ട് വരുന്ന അല്ലേ കുടുംബങ്ങളെല്ലാം നമ്മുടെ കൂടെ വരിക. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇനി അങ്ങോട്ട് മുന്നോട്ട് ചെറിയ ചെറിയ പാചകവും ഒക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ എല്ലാവരും വളരെയധികം നന്ദി. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് എല്ലാവരോടും. അപ്പം തുടർന്ന് കാണുക. അപ്പം നമുക്ക് നമ്മുടെ എന്താ പറയുന്ന ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം നമ്മൾ ഇന്നൊരു വളരെ സിമ്പിളായിട്ടൊരു പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. പരിപ്പെല്ലാം നല്ല തുവരപ്പരിപ്പാണ്, കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ അകത്ത് ഒരു കുക്കറിന്റെ മാത്രം ആവശ്യമുള്ളൂ ഈ ഒരു കറി റെഡിയാക്കാൻ. അതന്നെ, മാത്രമല്ല നമ്മൾ ഉള്ളിയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഉള്ളിയൊക്കെ ഉപയോഗിക്കാത്ത ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പരിപ്പ് കറി. മാത്രമല്ല തേങ്ങയില്ല. അപ്പം വളരെ ഹൈലൈറ്റ് ആണ്. തേങ്ങയില്ല, ഉള്ളിയില്ല. അപ്പം നമ്മൾ ആകെ ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇത് മൂത്ത് വരുമൊന്നും വേണ്ട. അതിന് മുമ്പേ തന്നെ ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകമാണ്, സാധാ ജീരകം. അതൊരു 1/4 ടീസ്പൂണാണ് ജീരകം ഇട്ടത്. ഇനി ഒരു 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മള് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മള് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഓടി വന്നിട്ട് പരിപ്പ് കറി റെഡിയാക്കാൻ പറ്റും. അതിന്റെ അതെ. ഇനി നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി. ഇത് നല്ല എരിയുള്ള മുളക് പൊടിയാണ്. അപ്പൊ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഇളക്കി കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പരിപ്പിട്ട് കൊടുക്കാം.
ചേർത്തിട്ടില്ല നമ്മള്. ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇപ്പൊ. നമ്മൾ ഇത് മറ്റ് എക്സ്ട്രാ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കുക്കറിന്റെ മാത്രം ആവശ്യമുണ്ട്. നമ്മളിപ്പോ സാധാരണ പരിപ്പ് കറി വെക്കുമ്പോൾ ഒരുപാട് സമയം പോകും, തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് ഒത്തിരി സമയം പോകും. അപ്പൊ ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവേ. നമ്മളിവിടെ 1 കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ പരിപ്പിന്റെ ഒരു പ്രത്യേകത അത് കുറുകും വെന്ത് കഴിയുമ്പോഴേ. അപ്പൊ ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമുക്കിനി നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. വെന്തിട്ടുണ്ടല്ലേ, നല്ല മണം വരുന്നുണ്ട്. പരിപ്പ് കറിയുടെ മണമെല്ലാം വരുന്നുണ്ട്. അടിപൊളി, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ പരിപ്പേ ഒന്ന് കുതിർത്തിട്ട് നമ്മള് വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്നാവും. ഇല്ലെങ്കിൽ ഒരു 5-6 വിസില് കൂടുതൽ വെച്ചാൽ മതി. നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക. പല പരിപ്പിനും പല വേവായിരിക്കും. അതാണ് ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോ എല്ലാം ഒരുപോലെ ഇരിക്കണമെന്ന് പറയാൻ. ഉപ്പൊക്കെ ഉണ്ടോ നോക്ക്? ഉണ്ട്, എരിവ് എല്ലാം കറക്റ്റ്. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അത്യാവശ്യം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. അതെ. അപ്പൊ നമ്മളിത് വളരെ വേഗം ചെയ്യാൻ പറ്റുന്നൊരു വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കൊരു കറിക്ക് അത്യാവശ്യം വരത്തില്ല. അപ്പൊ അതിനു വേണ്ടി മാത്രമുള്ളൊരു കറിയാണ്. അല്ലാതെ അതെ, ഇതിപ്പോ തേങ്ങ അരച്ചൊക്കെ പരിപ്പ് കറി വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങനെ വെക്കാം. ഇത് പക്ഷേ നമ്മുടെ ഇൻസ്റ്റന്റ് പരിപ്പ് കറി 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പരിപ്പ്, നമ്മുടെ തൂരപ്പരിപ്പ് സാധാരണ സാമ്പാറിനൊക്കെ ചേർക്കുന്ന തൂരപ്പരിപ്പാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഒരു പരിപ്പ് കറി തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒക്കെ ഒന്ന് എന്താ പറയുന്ന കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ നല്ല എളുപ്പം ചെയ്യാൻ പറ്റുന്ന റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മൊബൈലിൽ കാണാനും പറ്റും എളുപ്പം. പിന്നെ കമൻറ്റ്, വീഡിയോ പറ്റിയുള്ള അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു. അപ്പം അടുത്ത വ്യത്യസ്തമായ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.